ഫോൺ എടുത്ത ദീപു അവളുടെ ഫോണിലൂടെയുള്ള പൊട്ടിച്ചിരി ശബ്ദം കേട്ട് ആകെ ഭയന്ന് വിറച്ചു. നീ ആരാണെന്ന് അവൻ ചോദിച്ചപ്പോൾ ആദ്യം നീ എന്നെ ഒന്ന് അറിയാൻ ശ്രമിക്കൂ എന്ന് അവൾ പറഞ്ഞതും അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. അവളാ പറഞ്ഞതിൻ്റെ അർത്ഥം എത്ര ആലോചിച്ചിട്ടും ദീപുവിന് മനസ്സിലായതേയില്ല. രാത്രി മുഴുവനുള്ള പ്രിയയുടെ അച്ഛൻ്റെ ടെൻഷൻ അടിച്ചുള്ള ഇരിപ്പ് കണ്ട് അയാളെ ഭാര്യയുടെ മരണത്തിനപ്പുറം എന്തോ അലട്ടുന്നതായി ദീപുവിന് തോന്നി. അങ്കിളിന് മറ്റെന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്ന് ദീപു ചോദിച്ചപ്പോൾ മോൻ പോയി കിടന്നുറങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് അയാൾ അയാളുടെ മുറിയിലേക്ക് കയറി. റൂമിലേക്ക് പോയ അയാൾ കട്ടിലിൽ കിടക്കുന്ന റീത്ത് കണ്ട് അയാൾ ഒന്ന് ഞെട്ടി. പിന്നെ രാവിലെ ഭാര്യയുടെ മരണത്തിന് വന്ന ആരെങ്കിലും റീത്ത് വെക്കാൻ മറന്നു പോയതായിരിക്കുമെന്ന് കരുതി അയാൾ ആ റീത്ത് കളയാനായി പുറത്തേക്കിറങ്ങി. അപ്പോഴാണ് റീത്തിൽ അവ്യക്തമായ ഏതോ ഭാഷയിൽ എഴുതിയേക്കുന്ന ഒരു കുറിപ്പ് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോഴേക്കും പുറകിൽ നിന്നൊരു പൊട്ടിച്ചിരി ശബ്ദം കേട്ടു. ഞാൻ നിന്റെ ഭാര്യയെ കൊണ്ടുപോയതുപോലെ നിന്റെ മകളെയും കൊണ്ടുപോകുമെന്നും ഇതെല്ലാം കണ്ട് വിറങ്ങലിച്ച് നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും ഞാൻ നിന്റെ അടുത്ത് മരണവുമായി എത്തുന്നതെന്ന് അവൾ അയാളോടായി പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞിട്ട് അവൾ അയാളെ ഭയപ്പെടുത്താൻ വേണ്ടി ഒരു കത്തി എടുത്തപ്പോഴേക്കും അയാൾ ബോധം കെട്ട് അവളുടെ മുമ്പിൽ വീണു. അപ്പോഴേക്കും പുറത്തൊരു കാർ ശബ്ദം കേട്ട് അവൾ അവിടെ നിന്ന് അപ്രത്യക്ഷമായി. കാറിൽ വന്നത് അയാളുടെ ഉറ്റ സുഹൃത്ത് ഡോക്ടർ ശേഖർ ആയിരുന്നു. വീട്ടിലേക്ക് വന്ന ശേഖർ കണ്ട കാഴ്ച തൻ്റെ ഉറ്റ സുഹൃത്ത് ബോധമറ്റ് നിലത്ത് കിടക്കുന്നതായിരുന്നു. അയാളുടെ ബഹളം കേട്ട് ഓടി വന്ന ദീപു വെള്ളം മുഖത്തേക്കൊഴിച്ച് അങ്കിളിനെ ഉണർത്താൻ ശ്രമിച്ചു. പെട്ടെന്ന് തന്നെ ബോധം വന്ന അയാൾ അടുത്തു നിന്ന ശേഖറിനെ കണ്ടതും എനിക്ക് നിന്നോട് അല്പം സംസാരിക്കണം എന്ന് പറഞ്ഞ് രണ്ടുപേരും മുറിയിലേക്ക് കയറി. അയാൾ ശേഖറിനോട് ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം ഒന്നൊന്നായി വിശദീകരിച്ചു. ഇതൊക്കെ കേട്ട ശേഖർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആത്മാവെന്ന് പറഞ്ഞൊന്നും ഈ ലോകത്തില്ലെന്നും ഇതൊക്കെ നിന്റെയും ദീപുവിൻ്റെയും പ്രിയയുടെയും വെറും തോന്നൽ മാത്രമാണെന്ന് അയാൾ പറഞ്ഞതും ആ മുറിയിൽ ഒരു പൊട്ടിച്ചിരി ശബ്ദം കേട്ടതും ഒരുമിച്ചായിരുന്നു. ഞാൻ നിന്നെ ഇവിടെ കാത്തിരിക്കുകയായിരുന്നു എന്നും ഇനി മൂന്നാമനെ കൂടി ഞാനിവിടെ വരുത്തുമെന്നും അവൾ പറഞ്ഞതും പുറത്തൊരു കോളിംഗ് ബെൽ ശബ്ദം മുഴങ്ങി. ഈ കഥ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.